ഹലോ ഡിയേഴ്സ്, നമ്മുടെ പ്രീവിയസ് ലെക്ചേഴ്സിൽ LTE ആർക്കിടെക്ചർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LTE ഇൻ്റർഫേസസിനെ കുറിച്ചാണ്. നമ്മളുടെ 4Gയിൽ യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസസ് എന്താണെന്നുള്ളതാണ്. സോ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ആർക്കിടെക്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഡയഗ്രം എടുത്തൊന്ന് നോക്കുക. ഡയഗ്രം നോക്കുന്ന സമയത്ത് നമ്മൾ USGI എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യൂസർ എക്യുപ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ യൂട്രാനും നമ്മളുടെ EPCയും തമ്മിലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു LTE ആർക്കിടെക്ചറിൽ ഇൻ്റർഫേസിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേരിയസ് കോമ്പോണൻസിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി EPCയിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കോർ നെറ്റ്വർക്കിൽ വരികയാണെങ്കിൽ അവിടെയും സെയിം ഫങ്ഷൻ തന്നെയാണ്. ആ EPCക്ക് അകത്തുള്ള മെയിൻ മൊഡ്യൂൾസിനെ തമ്മിൽ കണക്ട് ചെയ്യാന്നൊക്കെ ഉള്ളതായിരിക്കും നമ്മളുടെ ഒരു ഇൻ്റർഫേസിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ LTEയിൽ നമ്മൾ കുറേ ഇൻ്റർഫേസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 1-2 പരിചയപ്പെടാം. ബാക്കി നമ്മൾ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എപ്പോഴും ഒരു 1-2 പഠിച്ചു വയ്ക്കുക, എക്സാമിന് എഴുതാൻ പാകത്തിന് കേട്ടോ. അപ്പോൾ LTEയിലുള്ള ഇൻ്റർഫേസസ് നോക്കുകയാണെങ്കിൽ വിത്തിൻ ആൻ LTE നെറ്റ്വർക്ക് ദ ഇൻ്റർഫേസസ് കണക്ട് ദി വേരിയസ് കോമ്പണൻറ്റ്സ് ടു ഓൾ വിത്തിൻ ദി കോർ. അപ്പോൾ വേരിയസ് കോമ്പണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ EPCൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ രണ്ടാമത്തെ ഫിഗർ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് അതിൻ്റെ മൊഡ്യൂൾസ് അല്ലെങ്കിൽ കോമ്പണൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ MME, SGW, PGW ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊബിലിറ്റി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ പബ്ലിക് ഡേറ്റ നെറ്റ്വർക്കിൻ്റെ ഗേറ്റ് വേ, നമ്മളുടെ സർവർ ഗേറ്റ് വേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പോണൻസ് ആയിട്ട്. അതുപോലെ HSS എന്നൊക്കെ. അപ്പോൾ ഈ കോമ്പോണൻസിനെ തമ്മിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനും ഇതിനെ അതർ നെറ്റ്വർക്ക് എലമെൻറ്റ്സ് ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻ്റർഫേസുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഓരോ ഇൻ്റർഫേസും നമ്മൾ ഈ 3GPP പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് LTE ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മളുടെ eNodeB, അതല്ലെങ്കിൽ നമ്മളുടെ എൻ്റയർ ആർക്കിടെക്ചർ ഇതിനകത്തുള്ള കോമ്പോണൻസിനെ കണക്ട് ചെയ്യാനായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. eNodeB എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മളുടെ ബേസ് സ്റ്റേഷൻസ് ആയിരിക്കും. ബേസ് സ്റ്റേഷനും EPCയും തമ്മിലാണ് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഇൻ്റർഫേസസ് ആയിരിക്കും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളുടെ കോർ നെറ്റ്വർക്ക് അഥവാ EPCയും പിന്നെ eNodeB ബേസ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ യൂട്രാനും തമ്മിലുള്ള കണക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻ്റർഫേസസിനെ ഒരു എക്സാമ്പിളായി കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ കാണാം eNodeBയിൽ ഒരു S1 എന്നുള്ള ഇൻ്റർഫേസ് ഉണ്ട്, പിന്നെ S1 MME, S11, S5, S6, S2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LTEയിലാണെങ്കിൽ S1 മുതൽ S13 വരെ ഇൻ്റർഫേസസ് ആണ് കേട്ടോ. ഈ നമ്പർ വെച്ചിട്ട് ഓരോ ഇൻ്റർഫേസും ഉണ്ട്, ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. S1 MME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യൂട്രാനും MMEയും തമ്മിൽ, MME എന്ന് പറഞ്ഞാൽ EPCയിലുള്ള നെറ്റ്വർക്ക് പാർട്ടാണ്. അപ്പോൾ അതും തമ്മിലുള്ള റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നതായിരിക്കും S1 എന്നുള്ള ഇൻ്റർഫേസ്. അതുപോലെ തന്നെ യൂട്രാൻ നമ്മുടെ സെർവിങ് ഗേറ്റ് വേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് S1U എന്ന് പറയുന്ന ഇൻ്റർഫേസ്. അങ്ങനെ S3, S4, S5 ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഓരോ നെറ്റ്വർക്ക് കോമ്പോണൻറ്റും വേറൊരു കോമ്പോണൻ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഇൻ്റർഫേസിൻ്റെ നമ്പർ ചെയ്തിരിക്കുന്നതായിരിക്കും S3, S4, S5 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് LTEനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് 5G ആണ്. LTE എന്ന് പറയുന്നത് 4G ആണെന്ന് നമ്മൾ പറഞ്ഞു. 4Gയും കഴിഞ്ഞ് വന്ന അടുത്ത ടെക്നോളജിയാണ് 5G എന്ന് പറയുന്നത്. സോ 1980s ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്സ് വന്നിരുന്നത്. 1990s ആയപ്പോൾ 2G വന്നു, 2000 ആയപ്പോൾ 3G, ആൻഡ് അത് 4G എന്ന് പറയുന്നത് 2010 ആയപ്പോഴാണ് 4G മൊബൈൽസ് ഒക്കെ വന്നത്. ആൻഡ് 2020 നമ്മൾ നോക്കുകയാണെങ്കിൽ 5G എന്നുള്ള ടെക്നോളജി തന്നെ വന്നിട്ടുണ്ട്. സോ 5G എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ,
Fifth generation mobile network or simply 5G is the forthcoming revolution of mobile technology. ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു, ഈ 20s അത് നടന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും നമ്മൾ 5Gയിലേക്ക് എത്തിയിരിക്കും. The features and its usability are much beyond the expectation of a normal human being. With its ultra high speed, it is potential enough to change the meaning of a cell phone usability. അത് 5G എന്ന് പറയുമ്പോൾ 4Gനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ എക്സ്പെക്റ്റേഷന് മേലെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അൾട്രാ ഹൈ സ്പീഡാണ്. ഒരു നോർമൽ സെൽഫോണിന് അപ്പുറം നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും റീസെൻ്റ് ആയിട്ടുള്ള എത്രയോ ടെക്നോളജീസും കാര്യങ്ങളാണ് നമുക്ക് ആ സെൽഫോൺസ് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ 5G ടെക്നോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് കാണാൻ പറ്റും 5Gയുടെ. ഒന്ന്, സീറോ ലാറ്റൻസി. മറ്റിടത്ത് നമ്മൾ പറഞ്ഞു LTE അല്ലെങ്കിൽ 4G വരുന്ന സമയത്ത് ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് മില്ലി സെക്കൻഡ്സ് ആണ് അവിടുത്തെ ലാറ്റൻസി എന്ന്. ഇവിടെ പറയുകയാണെങ്കിൽ 5G വരുന്ന സമയത്ത് ലാറ്റൻസി എന്നൊരു കോൺസെപ്റ്റേ വരുന്നില്ല. ദെൻ സ്പീഡ് എന്ന് പറയുന്നത് അപ് ടു 10 Gigabits ആയിരിക്കും. ദെൻ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഓപ്ഷൻസ് ഉണ്ട്. ഹൈ കപ്പാസിറ്റി ആയിരിക്കും, ഫാസ്റ്റർ ടൈം റെസ്പോൺസ് ആയിരിക്കും. പിന്നെ നമുക്കിപ്പോൾ 4Gയിലുള്ളതിനെ എക്സിസ്റ്റിംഗ് ഉള്ള ടെക്നോളജിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും 100 times മോർ ഡിവൈസസ് നമുക്ക് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. അതാണ് 5G വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്. So with a huge array of innovative features, now your smartphone would be more parallel to a laptop. ഇപ്പോൾ തന്നെ നമ്മളുടെ ഫോൺസ് എല്ലാം ഓൾമോസ്റ്റ് നമുക്കൊരു ലാപ്ടോപ്പിൽ ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ മൊബൈൽ ഫോൺസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ. അതൊക്കെ ഈ 5Gയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. You can use the broadband internet connection. Other significant features that fascinate people are more gaming options, wider multimedia options, connectivity everywhere, zero latency, faster response time, and high quality sound and HD video can be transferred on other cell phone without compromising the quality of audio and video. പണ്ടത്തെയൊക്കെ നിങ്ങൾ നെറ്റ്വർക്ക്സ് എടുത്തിട്ട് മൊബൈൽ ഫോൺസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ലിമിറ്റേഷൻസ് നോക്കിക്കോളൂ. നമ്മൾ ഡേറ്റ അയക്കുന്ന സമയത്ത് സൈസ്, ദെൻ ക്വാളിറ്റി, നമ്മൾ വീഡിയോ അയക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺസിന് ആക്ച്വലി ഒരു ലാപ്ടോപ്പിൻ്റെ എല്ലാ യൂസും ചെയ്തു തരാനായിട്ട് സാധിക്കില്ലേ. നമുക്ക് ഒരുവിധം അതിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫങ്ഷൻസും അല്ലെങ്കിൽ അതിന് മേലെയുള്ള പഴയ ലാപ്ടോപ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിന് മേലെയുള്ള ഫങ്ഷൻസ് നമുക്കൊരു മൊബൈൽ ഫോൺ വഴി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് എല്ലാം തന്നെയുണ്ട് അല്ലേ. ഒന്ന് ഗെയിമിംഗ് ഓപ്ഷൻസ് ആണെങ്കിലും ശരി, മൾട്ടിമീഡിയ ഓപ്ഷൻസ് ആണെങ്കിലും ശരി, കണക്ടിവിറ്റി ആണെങ്കിലും ശരി, ലാറ്റൻസി എന്ന് പറയുന്നത് കുറവാണെന്ന് പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ HD ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ആയാലും ഓഡിയോസ് ആയാലും ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. നമ്മൾ പഴയ കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ തവണയും ഓരോരോ ബുദ്ധിമുട്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്തായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരുന്നത്. സോ ഫസ്റ്റ് ജനറേഷൻ 1980s നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ദെൻ 2G 90s വന്നു, 3G 2000 വന്നു, 4G 2010 വന്നു, ആൻഡ് 5G എന്ന് പറയുന്നത് 2020 ആയപ്പോഴേക്കും നമ്മൾ അത്രയും അഡ്വാൻസ്മെൻറ്റിലേക്ക് വന്നു. ആക്ച്വലി എന്താണ് 5G ടെക്നോളജി? 5G ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളുടെ 4Gൻ്റെ അടുത്ത അഡ്വാൻസ്മെൻ്റ് ആണ്. അതെങ്ങനെയാണ് 4Gനെ വെച്ച് ഡിഫറെൻ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഇതിൻ്റെ പീക്ക് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 4Gനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഡേറ്റയുടെ വോളിയം, ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ വോളിയം എന്ന് പറയുന്നത് ലാർജർ വോളിയം ഓഫ് ഡേറ്റനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഹൈ കപ്പാസിറ്റി, ബിക്കോസ് 4Gയിലുള്ളതിനേക്കാളും 100 times ഡിവൈസസ് നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ഡിവൈസസിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ്ലി അല്ലെങ്കിൽ കൺകറൻ്റ്ലി അത്രയും ഡിവൈസസ് യൂസ് ചെയ്യാനായിട്ട് 5Gയിൽ പറ്റും. പിന്നെ ബാറ്ററി കൺസപ്ഷൻ നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. പിന്നെ കണക്ടിവിറ്റി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ സപ്പോർട്ടിങ് ഡിവൈസസും ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ കോസ്റ്റ് എന്ന് പറയുന്നതും കുറവായിരിക്കും. കമ്മ്യൂണിക്കേഷനൊക്കെ ഇംപ്രൂവ്ഡ് ആയിരിക്കും. ഇതൊക്കെ 5Gയുടെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി 5G ആർക്കിടെക്ചർ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുള്ള ഫിഗറാണ് 5G ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടാലൊരു 5G ടെർമിനൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ GPRS ഉണ്ട്, 3G ഉണ്ട്, WLAN ഉണ്ട്, LTE ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും.
So the system comprising of a main user terminal and then a number of independent autonomous radio access technologies. Each of the radio technologies is considered as the IP link for the outside internet world. അപ്പോൾ ഇവിടെ നിങ്ങൾ ആർക്കിടെക്ചർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഒരു മെയിൻ യൂസർ ടെർമിനൽ ഉണ്ട്, 5G ടെർമിനൽ എന്ന് പറയുന്നത്. അതിനെ ഫോളോ ചെയ്തിട്ട് എന്താ ഉള്ളത്, ഒരു നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓട്ടോണോമസ് റേഡിയോ ആക്സസ് ടെക്നോളജീസ് ഉണ്ട്. GPRS, 3G, WLAN, LTE എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ റേഡിയോ ആക്സസ് ടെക്നോളജീസും ഉണ്ടാവും. ഈ ഓരോ റേഡിയോ ആക്സസ് ടെക്നോളജി എന്തായിരിക്കും, ഒരു IP ലിങ്ക് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇതായിരിക്കും നമ്മുടെ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. The IP technology is designed exclusively to ensure sufficient control data for appropriate routing of IP packets related to certain application connections. ഈ ഓരോ IP ടെക്നോളജിയും വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഈ IP പാക്കറ്റ്സ് ഓരോ ആപ്ലിക്കേഷനിലേക്കും നമ്മൾ റൂട്ട് ചെയ്ത് വിടുന്നത്. അതുപോലെ തന്നെ ഒരു ക്ലയൻറ്റ് ആപ്ലിക്കേഷനും സെർവറും തമ്മിലുള്ള സെഷൻ എന്ന് പറയുന്നത് ഈ IP ടെക്നോളജി ആയിരിക്കും എന്താ പറയുക handle ചെയ്യുന്നത്. Okay, so to make accessible the routing of packets should be fixed in accordance with the given policies of the user. അപ്പോൾ ഇവിടുത്തെ താഴത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ടെർമിനൽ ഉണ്ട്, ഇവിടെ പോളിസി റൂട്ടർ ഉണ്ട്, ഇവിടെ സെർവർ ഉണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ കോഡ് ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ താഴത്തെ ഫിഗറിൽ കൊടുത്തിട്ടുള്ളതുപോലെ ദ 5G മാസ്റ്റർ കോർ ഈസ് എ കൺവേർജൻസ് പോയിന്റ് ഫോർ ദി അതർ ടെക്നോളജീസ് വിച്ച് ഹാവ് ദെയർ ഓൺ ഇമ്പാക്റ്റ് ഓൺ എക്സിസ്റ്റിംഗ് വയർലെസ് നെറ്റ്വർക്ക്. Interestingly, its design facilitates master code to get operated into parallel multi-mode, including all IP network mode and 5G network. In this mode, it controls all network technologies of RAN and different access networks. Since the technology is compatible and manages all the new deployments, it is more efficient, less complicated and more powerful. അപ്പോൾ ഈ 5G എന്ന് പറയുന്നത് മോർ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ മാസ്റ്റർ കോഡ് ടെക്നോളജീൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മാസ്റ്റർ കോഡ് ടെക്നോളജിയിൽ എന്തൊക്കെയുണ്ട്, നാനോ ടെക്നോളജീസ് ഉണ്ട്, ബീം ട്രാൻസ്മ്യൂ ഉണ്ട്, ഫോട്ടോണിക് റൂട്ടർ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ മാസ്റ്റർ കോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മറ്റു ടെക്നോളജീസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ടെക്നോളജീസ്, അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ എന്തായിരിക്കും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വയർലെസ് നെറ്റ്വർക്ക്സ് ആണ്, അതിന് അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് പാരലായിട്ട് മൾട്ടി മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പാകത്തിനായിരിക്കും നമ്മളുടെ 5G നെറ്റ്വർക്ക് മോഡ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഈ റാൻ എന്ന് പറഞ്ഞതിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ റാൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്ക് ടെക്നോളജീസിനെയും അത് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആക്സസ് നെറ്റ്വർക്ക്, ഈ ഡാറ്റിൻ്റെ ആണെങ്കിലും എല്ലാത്തിനെയും അത് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ 5G ടെക്നോളജി എന്ന് പറയുന്നത് ബാക്കി എല്ലാ ടെക്നോളജിയായിട്ട് കമ്പാറ്റബിളും ആണ്, അതിന് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്, കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, പവർഫുള്ളും ആണ്. അപ്പോൾ ഇവിടെ റാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ GSM ഉണ്ട്, UMTS ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ച LTE ഉണ്ട്. അങ്ങനത്തെ ഏത് ടെക്നോളജി വേണമെങ്കിലും, റേഡിയോ ആക്സസ് നെറ്റ്വർക്കിനെ ആട്ടോ നമ്മൾ റാൻ എന്ന് പറയുന്നത്. അപ്പോൾ റാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് നെറ്റ്വർക്ക് ടെക്നോളജി വേണമെങ്കിലും നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ അണ്ടറിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 5G ടെർമിനൽ ഉണ്ടാവും, അതിൻ്റെ അണ്ടറിൽ ഓരോ IP ടെർമിനൽസ് അല്ലെങ്കിൽ ഇതായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ടെക്നോളജീസ് ആയിരിക്കും. ഓക്കെ, surprisingly, any service mode can be opened under 5G new deployment mode as World Combination Service Mode, WCSM. അപ്പോൾ ഏത് സർവീസ് മോഡ് വേണമെങ്കിലും നമുക്ക് ഈ 5Gയുടെ അണ്ടറിൽ ഡിപ്ലോയ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ വേൾഡ് കോമ്പിനേഷൻ സർവീസ് മോഡ് അഥവാ WCSM എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഫീച്ചർ ഓഫ് ദിസ് ടെക്നോളജി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്രൊഫസറിന് ഒരു രാജ്യത്തിരുന്ന് അയാളൊരു വൈറ്റ് ബോർഡിൽ എഴുതുകയാണെന്ന് വെച്ചു, അത് നമുക്ക് വേറൊരു രാജ്യത്തെ വേറൊരു സ്ഥലത്തിരിക്കുന്ന ആളുടെ വൈറ്റ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് പറ്റും.
ഓക്കെ. അപ്പോൾ അതാണൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 5G ടെക്നോളജി കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് സർവീസ് വേണമെങ്കിലും എങ്ങനെ 5G ഡിപ്ലോയ്മെൻറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലേസിൽ ഇരിക്കുന്ന ആൾക്ക് വേറൊരു സ്ഥലത്തിരിക്കുന്ന ഒരു ഇതിൽ ആക്സസ് എടുക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ റെസൊല്യൂഷൻ ആൻഡ് ബൈ ഡയറക്ഷണൽ ലാർജ് ബാൻഡ് വിത്ത് ഷീപ്പിംഗ്. സെക്കൻഡ്, ടെക്നോളജി ടു ഗ്യാദർ ഓൾ നെറ്റ്വർക്ക്സ് ഓൺ വൺ പ്ലാറ്റ്ഫോം. നമ്മൾ ഇതുവരെ പഠിച്ച LTE ആണെങ്കിലും UMTS ആണെങ്കിലും എല്ലാ നെറ്റ്വർക്ക്സിനെയും കൂടി ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മോർ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് ടെക്നോളജി ടു ഫെസിലിറ്റേറ്റ് സബ്സ്ക്രൈബ് സൂപ്പർവിഷൻ ടൂൾസ് ഫോർ ദി ക്വിക്ക് ആക്ഷൻ ആൻഡ് ഇറ്റ് വിൽ പ്രൊവൈഡ് ഹ്യൂജ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേറ്റ. ജിഗാബൈറ്റ്സിലായിരിക്കും നമുക്കിപ്പോൾ ഡേറ്റാസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ പ്രീവിയസ് ജനറേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ 2G ആയാലും 3G ആയാലും 4G ആയാലും അതൊക്കെ ആയിട്ട് ഈസിലി നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ സൗണ്ട്, പിന്നെ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആയാലും അങ്ങനത്തേനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ യൂണിഫോം അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റാസും ഹൈ സ്പീഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് 5Gയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതിൽ 5Gയുടെ ഈ മാസ്റ്റർ കോർ ടെക്നോളജി ഒരു തവണ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ 5G ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, though 5G is researched and conceptualized to solve all radio signal problems and hardship of mobile world, because of some security reason and lack of technological advancement in the most geographic region, it has the following shortcomings. ഇപ്പം നമ്മൾ കുറേ അഡ്വാൻറ്റേജസ് പറഞ്ഞു 5Gയുടെ, എങ്കിലും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഏത് ടെക്നോളജിക്കും ഉള്ളതുപോലെ 5Gക്കും ഉണ്ട്. ഒന്ന്, ഈ ടെക്നോളജി എന്ന് പറയുന്നത് സ്റ്റിൽ അണ്ടർ പ്രോസസ്സാണ്. അതിൻ്റെ റിസർച്ചുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി നമുക്ക് ഫുള്ളായിട്ട് വന്നിട്ടില്ല. ദെൻ സ്പീഡ്, ദിസ് ടെക്നോളജി ഈസ് ക്ലെയിമിങ് സീംസ് ഡിഫിക്കൾട്ട് ടു അച്ചീവ്. ഇത് പറയുന്ന സ്പീഡ് അച്ചീവ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും ഡിഫിക്കൾട്ടാണ്. ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിച്ചെന്ന് വരാം. പക്ഷേ എല്ലാ സ്ഥലത്തും എൻ്റെ വേൾഡിൽ അതേ സ്പീഡ് കൊണ്ടുവരിക എന്നുള്ളത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. മെനി ഓഫ് ദ ഓൾഡ് ഡിവൈസസ് വുഡ് നോട്ട് ബി കോമ്പറ്റൻറ്റ് ടു 5G, ഹെൻസ് ഓൾ ഓഫ് ദം നീഡ് ടു ബി റീപ്ലേസ്ഡ് വിത്ത് ന്യൂ വൺ എക്സ്പെൻസീവ് ഡീൽ. അതായത് നമ്മൾ നെറ്റ്വർക്ക്സ് എല്ലാം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഉള്ള എല്ലാ ഡിവൈസസും 5Gനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ചില ഓൾഡ് ഡിവൈസസ് തന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതെന്ന് പറയുന്ന ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ് ഹൈ കോസ്റ്റ്. ഈ 5Gക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇറ്റ് നീഡ്സ് ഹൈ കോസ്റ്റ്. പിന്നെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇഷ്യൂ, നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിന് പറഞ്ഞ അതേ കാര്യം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അത് സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി 5Gയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഒരു ഗ്ലോബലി ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then network availability will be everywhere and will facilitate people to use their computer and such kind of mobile devices anywhere, anytime. എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് സൈഡിലാണെങ്കിലും നമുക്ക് ഈ നെറ്റ്വർക്ക്സ് ഏത് ടൈമിലും അവൈലബിൾ ആവുന്ന രീതിയിൽ പറ്റും. നമുക്ക് നമ്മളുടെ ഡിവൈസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ IPv6 ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So visiting care of mobile IP address will be assigned as per the connected network and geographical position. നമ്മൾ കണക്ട് ചെയ്ത നെറ്റ്വർക്ക് ഏതാണെന്ന് നോക്കി, അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫിക്കൽ പൊസിഷനൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളുടെ IP അഡ്രസ്സ് അസൈൻഡ് ആവുക. പിന്നെ ആപ്ലിക്കേഷൻ വിൽ മേക്ക് വേൾഡ് റിയൽ വൈഫൈ സോൺ. നമ്മുടെ എൻ്റെ വേൾഡിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും നെറ്റ്വർക്കിലേക്ക്. നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് അവൈലബിലിറ്റി വിൽ ബി എവ്രിവെയർ. ദെൻ cognitive radio technology will facilitate different versions of radio technologies to share the same spectrum efficiently, and its application will facilitate people to avail radio signal at higher altitude as well. ഇത്രയായിരിക്കും 5Gയുടെ മെയിൻ കാര്യങ്ങൾ. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ വീഡിയോ കേട്ടപ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എല്ലാം കൂടി കണ്ട്. പക്ഷേ നോട്ട് സമാധാനമായിട്ടൊന്ന് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലൈഫൈ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. താങ്ക് യു.